തമിഴ്നാട്ടിലെ ഒരു ലോക്കൽ ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആൻഡ് ഈ യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എല്ലാ ബസ്സുകളിലും ഒരു ഡെസ്റ്റിനേഷൻ മെൻഷൻ ചെയ്തിട്ട് ഒരു ബോർഡ് ഉണ്ടായിരിക്കുമല്ലോ. ഇൻ കേസ് തമിഴ് വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും റൂട്ട് നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ ബസ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ബസ്സിൽ കയറാൻ പറ്റും. ഈ ഗവൺമെന്റ് ബസ്സിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇതിന്റെ വിൻഡോസ് ആണ്. വിന്റേജ് രീതിയിലുള്ള റോളിംഗ് ഷട്ടേഴ്സ് അല്ല, സ്ലൈഡ് ചെയ്ത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഗ്ലാസ് വിൻഡോസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബസ് ഫെയർ ആണ് മറ്റൊരു ഹൈലൈറ്റ്. തമിഴ്നാട്ടിൽ മിനിമം ചാർജ് 5 രൂപയേ ഉള്ളൂ. പറയുമ്പോൾ നഷ്ടത്തിൽ തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓടുന്നത്. എന്നാലും മക്കളുടെ വെൽഫെയറിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം തമിഴ്നാട് സർക്കാർ ചെയ്യില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയായിരുന്നു ഞാൻ ട്രാവൽ ചെയ്ത ബസ്സിലുണ്ടായിരുന്നത്. വർഷങ്ങളായി തമിഴ്നാട്ടിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഡോർസ് ഓട്ടോമാറ്റിക് ആണെന്ന് മാത്രമല്ല, അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇംഗ്ലീഷിലും തമിഴിലും അനൗൺസ്മെന്റ് പോകുന്നത് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിക്ക് ഇവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സിറ്റിയിൽ നിന്നും ഒരു 15 രൂപയുടെ ടിക്കറ്റിന് തമിഴ് എഴുതാനും വായിക്കാനും അറിയാത്ത ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് ഗ്രാമത്തിലുള്ള എന്റെ വീട്ടിലെ സേഫ് ആയിട്ട് എത്തിച്ചേരുമ്പോൾ മൈ കൺക്ലൂഷൻ ഇസ് തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ അഫോർഡബിൾ ആണ്, ആക്സസിബിൾ ആണ്, ഇൻക്ലൂസീവ് ആണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വളരെ സേഫും ആണ്.